മന്ത്രി കെ ടി ജലീലിന്റെ മൊഴിയെടുത്ത വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. അന്വേഷണം പാർട്ടി നേതാക്കളിലേക്ക് നീളുന്ന ഘട്ടത്തിലാണ് CPM പുതിയ ആരോപണം ഉന്നയിക്കുന്നത്. ജലീലിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും KPA മജീദ് പറഞ്ഞു. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത കാര്യമോ അദ്ദേഹം ഹാജരാകുന്ന കാര്യമോ മറച്ചു വെച്ച് ആരും അറിയാതെ ഒരു സ്വകാര്യ വാഹനത്തിൽ പോയിട്ട് മൊഴി കൊടുക്കാനുണ്ടായത്. അത് പത്രങ്ങളിൽ ഒരു സൂചനകൾ ലഭ്യമായപ്പോഴാണ് EDയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിൽ അസ്വാഭാവികതയില്ല. പത്രക്കാർ ഒരാളെ ചോദ്യം ചെയ്തോ എന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്തു എന്ന് പറയണല്ലോ, അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഇല്ലെന്ന് അവർക്ക് പറയാൻ കഴിയില്ല, കാരണം ചോദ്യം ചെയ്താണ്, അതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. മറ്റു സ്റ്റേറ്റുകളിൽ ഓരോ ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടി ഓരോ ആളുകളെ പേരിൽ ED അന്വേഷണം നടത്തിയതിനെ പറ്റിയാണ് പരാതിയുള്ളത്. ഈ പരാതി തമ്മിൽ വ്യത്യാസമാണ്. MC കമറുദ്ദീൻ MLA പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് വിഷയത്തിൽ മുസ്ലിം ലീഗ് സുവ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ CPM ഇത്തരത്തിൽ നിലപാട് പ്രഖ്യാപിക്കാനാകുമോ എന്നും മജീദ് ചോദിച്ചു. ലീഗ് നിലപാടെടുത്തു. ലീഗ് പറഞ്ഞു ഞങ്ങൾ നിക്ഷേപമുള്ള കൂടെ നിൽക്കുന്നു, എത്ര കാലത്തിനകം അവർക്ക് കൊടുക്കാനുള്ള സംഖ്യ തിരിച്ചു കൊടുത്തുകൊള്ളണം എന്നൊരു തിട്ടൂരം ലീഗ് കൊടുത്തു. അങ്ങനെ CPM ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ഇല്ലേ കുടിയാറിൻ്റെ മക്കളൊക്കെ ഈ പ്രശ്നം വന്നില്ലേ, CPM അങ്ങനെ ഉത്തരവാദിത്വത്തോലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞു നിക്ഷേപകരുടെ താല്പര്യമാണ് ഞങ്ങൾ പ്രധാനമെന്ന് പറഞ്ഞു, ഞങ്ങൾ ആരും രക്ഷിക്കില്ലെന്ന് പറഞ്ഞു. ഇത്രയും സുവ്യക്തമായ നിലപാട് ഏതെങ്കിലും കാര്യത്തിൽ CPM സ്വീകരിച്ചേ പറയില്ല. ജലീൽ രാജിവെക്കണോ? പ്രത്യേക ചർച്ച ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്. തലസ്ഥാനത്തിന് ഭീഷണിയായി ഗുണ്ടാ കൂട്ടായ്മ. ഓംപ്രകാശ്, പുത്തൻപാലം രാജേഷ് ഉൾപ്പെടെയുള്ള 15ഓളം കുപ്രസിദ്ധ ഗുണ്ടകൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഗുണ്ടകൾക്കായി DCC അംഗം പ്രത്യേക ആഘോഷ പരിപാടി ഒരുക്കി. സംഘം 3 പേരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതായി സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം ലഭിച്ചു. ഗുണ്ടകളിൽ ഒരാളെ സ്വീകാര്യത്തിൽ വെച്ച് മറ്റൊരു ഗുണ്ട വെട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരങ്ങൾ ലഭിച്ചത്. അനുവാണ് ചേരുന്നത്. അനു, ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, സെപ്റ്റംബർ 4-ാം തീയതിയാണ് ശ്രീകാര്യം ചേന്തിയിൽ വെച്ച് 2 ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ശരത്ലാൽ എന്ന് പറയുന്ന ഗുണ്ടയും ദീപു എന്ന് പറയുന്ന മറ്റൊരു ഗുണ്ട വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ സമയം ശരത്ലാൽ ഓടിക്കേറിയത് ചേന്തിയനിയുടെ വീട്ടിലേക്കായിരുന്നു. ചേന്തിയനിയും DCC അംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ കൗൺസിലറും കൂടിയാണ്, കോൺഗ്രസിന്റെ കൗൺസിലറും കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ പുറത്തായിരുന്നു. ഇതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അതിന് 2 ദിവസം മുമ്പ് തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾ അവിടെ ഒത്തുചേർന്നിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പോലീസിന് ലഭിച്ചു. അതായത് പഴയ പോൾ മുത്തൂറ്റ് വധക്കേസ് പ്രതികളായ ഓംപ്രകാശ്, പുത്തപ്പാലം രാജേഷ്, അതിനുശേഷം തലസ്ഥാനത്തുണ്ടായ 2 കൊലക്കേസുകളുടെ പ്രതിയായ ജെഫ്രി അരുൺ, കൂടാതെ വെള്ളിനാരായണൻ അടക്കം ഏതാണ്ട് 15ഓളം ഗുണ്ടകളാണ് ഈ കൂട്ടത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരത്തെ 3 വ്യക്തികളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2 ക്രിമിനൽ കേസിലെ പ്രതികളായ 2 പേർ, മാത്രമല്ല തിരുവനന്തപുരത്തെ ഒരു കൗൺസിലറെയും പ്രതികൾ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഗുണ്ടകൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മാത്രമല്ല വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുക, അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയും ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. അനുവാണ് വിവരങ്ങൾ നൽകിയത്.